കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവ സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകും. അല്പസമയം മുമ്പാണ് അവിടെ വീണ്ടും മണ്ണിടിഞ്ഞത്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. തുടർച്ചയായി കുപ്പത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയാണ്. ഇന്ന് നിരവധി തവണ രാവിലെയും ഉച്ചയ്ക്കുമായി ആ മേഖലയിൽ മണ്ണിടിഞ്ഞു വീണിരുന്നു. അരുൺ, എന്താണ് അവിടുത്തെ അവസ്ഥ? തുടർച്ചയായി മണ്ണിടിയുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഇന്ന് 2 മണിക്ക് അവിടെ കളക്ടർ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ജനങ്ങൾക്ക് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കാണാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ അവിടെ? എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, കളക്ടർ എത്തിയില്ല. കളക്ടർ ചുമതലപ്പെടുത്തിയ തളിപ്പറമ്പ് RDO അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. നാട്ടുകാരുമായി സംസാരിച്ചു. നാട്ടുകാർ അവരുടെ നിലപാടിൽ, നേരത്തെ ഈ പ്രതിഷേധിച്ച നാട്ടുകാർ അതേ നിലപാടിൽ തുടരുകയാണ്. അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് വരെ, അതിനാവശ്യമായ ഉറപ്പുകൾ നൽകുന്നത് വരെ അവർ പ്രതിഷേധം തുടരും എന്നതാണ് നാട്ടുകാർ അറിയിച്ചത്. RDO പറഞ്ഞത് ഇതിന്റെ വിദഗ്ധ സംഘത്തിൽ ഉൾപ്പെട്ടവർ, അതായത് ഈ ദേശീയപാത പ്രൊജക്ട് മാനേജർ ഉൾപ്പെടെയുള്ളവർ, കാസർഗോഡ് നേരത്തെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അവിടെ വിള്ളൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അവിടെ പരിശോധന നടത്തുകയാണ്. അതിനുശേഷം അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവർ എത്തിയതിനു ശേഷം ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നതാണ് തളിപ്പറമ്പ് RDO ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നാട്ടുകാർ ഒരു തരത്തിലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനോ ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനോ തയ്യാറായിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരവധി നാട്ടുകാർ, 100 കണക്കിന് പേർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. പക്ഷേ ദേശീയപാത ഉപരോധം അവർ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ RDO വന്ന് ഈ വിദഗ്ധ സംഘത്തിൽ ഉൾപ്പെട്ടവർ ഇവിടെ എത്തി നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കും, അവർ പരിശോധിക്കുമെന്ന് അറിയിച്ചതോടെ ഇപ്പോൾ അവരുടെ പ്രതിഷേധം, അതായത് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം എന്തായാലും നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. റോഡിന്റെ മറുവശത്തും നമുക്ക് കാണാം നാട്ടുകാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവർ ഈ പറയുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘത്തിൽ ഉൾപ്പെട്ടവർ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അവർ വന്നതിന് ശേഷം ഇതെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ അവരോട് കൃത്യമായ ഒരു മറുപടി നൽകണം. ഇനി എന്ത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാവുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ ഉള്ളപ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ചാണ് 2 തവണ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തത്. നമുക്ക് നാട്ടുകാരോട് കൂടി ചോദിക്കാം, എന്താണ് ഇപ്പോൾ തളിപ്പറമ്പ് RDO വന്നതിന് ശേഷം എന്താണ് അറിയുന്നത്? RDO വന്നതിന് ശേഷം, അതായത് കാസർഗോഡ് നിന്ന് ഇതിന്റെ വിദഗ്ധ സമിതി ഈ മണ്ണ് ഇടിയലുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ട് അതിന് ഏറ്റവും ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം കാണുന്നതിന് അതിന്റെ വിദഗ്ധ സമിതി വന്നിട്ട് 5:30 മണിയോടുകൂടി എത്തിച്ചേരും. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിനിധികളും RDO അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൽ പരിഹാരമായിട്ട് നിങ്ങൾ പറയുന്നത്? പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണിടിച്ചിൽ തടഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഒലിച്ചു വരുന്ന വലിയ വെള്ളം, ഓരോ മഴക്കും വെള്ളം ഒലിച്ചു വരുന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. അതിനൊരു പരിഹാരം കാണും. അതാണ് ഏറ്റവും നമുക്ക് പറയാനില്ല. നമുക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി ശാശ്വതമായ രീതിയിൽ എവിടേക്കാണോ ഒഴുക്കിക്കളയാൻ പറ്റുമോ അവിടത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. നാട്ടുകാർ അങ്ങനെയാണ് പറയുന്നത്. വിജയകുമാർ, ഇപ്പോൾ പറയുന്നത് ഉൾപ്പെടെ അവരുടെ ആശങ്ക പരിഹരിക്കണം എന്നതാണ് അവർ പറയുന്നത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇവിടെയാണ് 2 തവണയായി മണ്ണിടിച്ചിലുണ്ടായത്. ഈ വലിയ ഭാഗമാണ് ഇടിഞ്ഞ് താഴോട്ട് വീഴുന്നത്. സ്വാഭാവികമായും ഇവിടെ ജീവിക്കുന്നവരെ മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുന്ന റോഡിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ചും അത് വലിയ ഭീഷണിയാണ്. ഒരു കേവലം ഒരു റോഡിന്റെ സൈഡ് ഇടിയുന്നു എന്നതിനപ്പുറത്തേക്ക് അത് ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നം ഗൗരവമുള്ളതാണ്. പരിസരവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. തന്നെയുമല്ല, ഇന്നിപ്പോൾ അരുൺ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ പോലും രാവിലെ ഉച്ചയ്ക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തുടർച്ചയായി അവിടെ മണ്ണിടിയുന്നുണ്ട്. അത് ഒട്ടും സുരക്ഷിതമല്ല എന്നത് വ്യക്തവുമാണ്. നമ്മൾ ഒരു മഴ പെയ്യുന്നതേ ഉള്ളൂ. കാലവർഷം കേരളത്തിലെത്താൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. 4-5 ദിവസം കൂടിയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ആ മേഖലയിൽ അത് ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും വലുതാണല്ലോ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അത് ഈ കുപ്പത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന മണ്ണിടിച്ചിൽ മാത്രമല്ല. ഇതിപ്പോൾ ഈ റോഡരികിൽ, ഇതിന്റെ റോഡ് ഞാനിപ്പോൾ നിൽക്കുന്ന വലതുവശത്തായി കാണുന്ന
ഈ വലിയ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് യാത്രക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ കൃത്യമായി വലിയ കുന്നിടിച്ച് ഇത്തരം നിർമ്മാണം നടത്തുമ്പോൾ അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. ആകെ ഒരു ദിവസത്തെ മഴ മാത്രമേ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ മഴയിൽ തന്നെ ഇത്തരത്തോളം അപകട ഭീഷണി ഇത് ഉണ്ടാക്കുന്നു എന്നത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. റോഡിന് മറുവശത്തേക്ക് പോയാൽ അതാണ് ജനങ്ങളെ കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം. അതായത് നേരിട്ട് ഇവിടെ താമസിക്കുന്ന ജനവാസ മേഖലയിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ഈ റോഡിന് മറുവശത്താണ്. അവിടെ ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും ഡംപ് ചെയ്ത സ്ഥലമാണ്. അത് ഒരു കുന്നുപോലെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ വശത്തും അതിന്റെ താഴ്ഭാഗത്തും ആ കുന്നിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. ആ മണ്ണും കല്ലുകളും ഒക്കെ ഈ താഴെ ജനവാസ മേഖലയിലേക്ക് താഴ്ന്നിറങ്ങുന്നു. അത് ഒരു മഴ പെയ്ത ഘട്ടത്തിൽ തന്നെ അവരുടെ വീടുകളിലേക്ക്, അവരുടെ വീടിനകത്തേക്കൊക്കെ ഈ ചെളിയും മണ്ണും നിറഞ്ഞ ഭാഗം പോകുന്നു എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്ര കടുത്ത പ്രതിഷേധത്തിലേക്ക്, ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. നമ്മൾ അവിടെ എത്തി കണ്ടപ്പോഴും അത്ര ആശങ്കപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് അവിടെയുള്ളത്. വീടിനകത്ത് പോലും ചെളിയും മണ്ണും നിറഞ്ഞ സാഹചര്യം. അവർക്ക് അവിടെ കിടന്നുറങ്ങാൻ സാധിക്കില്ല. ഇന്നലെ രാത്രി ഇവിടെ ശക്തമായ മഴ പെയ്തിരുന്നു. ആ ഘട്ടത്തിലും അവർക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. രാത്രി മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഇതിന് മുകളിൽ നിന്ന് എന്തെങ്കിലും ഇടിഞ്ഞ് താഴേക്ക് വീഴുമോ എന്ന പേടി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെന്തായാലും അത് പരിഹരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വർഷം മുമ്പ് ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിലും ഈ ആശങ്ക അവർ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ സംഭവിക്കാം, മഴ തുടങ്ങുന്ന ഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ മണ്ണ് ഈ കുന്നിടിച്ച് ഇവിടെ മണ്ണ് കൂട്ടിയിട്ടാൽ അത് താഴേക്ക് ഇടിഞ്ഞു വീഴും, അത് മണ്ണിടിച്ചിൽ ഉണ്ടാക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ആ തരത്തിലുള്ള നടപടികൾ ഇതിന് ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചില്ല. ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഒന്നും സ്വീകരിച്ചില്ല. ഇപ്പോൾ തളിപ്പറമ്പ് RDO കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സാർ ഒരു നിമിഷം, എന്താണ് ഇപ്പോൾ ഇതിനകത്തൊരു പരിഹാരം? ഈ നമ്മുടെ NHI അധികൃതർ ഇത് പരിശോധിക്കുന്നുണ്ട്. അവരിതിന്റെ പേരിൽ റിപ്പോർട്ട് ശരിയാക്കും. റിപ്പോർട്ടിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ 2 തവണ ഈ വലിയ കുന്നിന്റെ ഭാഗം ഇടിഞ്ഞ് താഴോട്ട് വീണു. അതോടൊപ്പം തന്നെ ഇത് ഒലിച്ചിറങ്ങുന്നത് ഈ ജനവാസ മേഖലയിലേക്കാണ്. ഇതിനെന്താണ് പരിഹാരം? ഇന്നലെ ഞാനിവിടെ 1.5 മണിക്കൂറോളം ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് കലക്ടർക്ക് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ NHIക്കാർ ഇവിടെ വന്ന് പരിശോധിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിയിൽ അപാകത ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് പറയാൻ എനിക്ക് കാരണം ശാസ്ത്രീയമായി സാങ്കേതികമായി പറയേണ്ട കാര്യമാണ്. അത് പറയാൻ ഞാൻ പ്രാപ്തനല്ല. ഈ വിദഗ്ധ സംഘം അതാരാണ്? ഈ പ്രൊജക്ട് ഹൈവേയുടെ എഞ്ചിനീയേഴ്സാണ്. അവരെത്ര സമയത്തിനുള്ളിൽ? അവര് 5:30 എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ബ്ലോക്ക് കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരുമായി ചർച്ച നാട്ടിൽ അവരിതാദ്യം പരിശോധിക്കും. എന്നിട്ട് നാട്ടുകാരുടെ ആശങ്കകളും ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തും. തളിപ്പറമ്പ് RDO ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സ്, അവർ വിദഗ്ധ സംഘം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം അവർ ഈ സ്ഥലം പരിശോധിക്കും, നാട്ടുകാരുമായി ചർച്ച നടത്തി ഇതിലൊരു പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതിനുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങളും ഉള്ളത്. ശരി, എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരുടെ ആശങ്കയുണ്ട്. അവരത് പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് ദേശീയപാത അതോറിറ്റി കടക്കുന്നുണ്ട്. അത് ഫലം കാണുമോ എന്നത് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അറിയാം.